ഇതിപ്പോൾ ജിനിൽ എച്ച് എടുക്കുകയാണ്. അപ്പോൾ ജിനിലിന് ഇന്നാണ് എച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്. അതിൽ ആദ്യത്തെ റൗണ്ട് കൂടെ നടന്ന് പറഞ്ഞു കൊടുത്തു, രണ്ടാമത്തെ റൗണ്ട് ഭാഗികമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മൂന്നാമത്തെ റൗണ്ട് ജിനിൽ എച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ലോങ് ഷോട്ട് വീഡിയോ ആണ്. അപ്പം ഇതിൻ്റെ 2 ഡയറക്ഷനുള്ള വീഡിയോ ഇതിനകത്ത് അവൈലബിളാണ്. നമ്മൾ ബാക്കിൽ നിന്ന് നോക്കി കാണുന്നത് പോലെയും ഫ്രണ്ടിൽ നിന്ന് നോക്കി കാണുന്ന പോലെയുള്ള വീഡിയോകൾ അവൈലബിളാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ലോങ് വ്യൂ എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ സംശയം അതെല്ലാം കാണാനുള്ളൊരു ചാൻസാണ്. ഇപ്പോൾ ഇവിടെ വണ്ടി എടുക്കുമ്പോൾ ഒരു ശകലം തിരിച്ച് നിർത്തും. ജിനിൽ അത്രയും തിരിക്കണ്ട, കറക്റ്റ് ഒരല്പം തിരിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ശകല റൈറ്റ് തിരിച്ച് നൂത്തിട്ട് വണ്ടിയെ ചരിച്ച് കൊണ്ടുവന്നിട്ട് ആ ബാക്ക് ടയർ നമ്മൾ കമ്പി എത്തുന്നതിന് മുമ്പ് മുഴുവൻ തിരിക്കും. ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. യെസ്, കണ്ട ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് മുഴുവൻ തിരിച്ച് കഴിഞ്ഞു. അപ്പോൾ കറക്റ്റായി. അപ്പോൾ കമ്പി തട്ടില്ല. ബാക്ക് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡ് ചേർന്നത് കണ്ട. ഇവിടെ ഇപ്പോൾ കറക്റ്റാണ്. വേണമെങ്കിൽ ഇപ്പം ശകലം ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കറക്റ്റാണ്. അപ്പോൾ ഇനി നോക്കേണ്ടത് അപ്പുറത്തെ സൈഡാണ് നോക്കേണ്ടത്. ഇനി അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ കണ്ണാടിയിലൂടെ ആ ചുവപ്പ് റിബൺ കിട്ടിയ കമ്പിയെ നമ്മൾ കാണും. ആ കമ്പിയെ കണ്ട ഉടനെ നോക്കരുത്. കമ്പിയെ കണ്ടിട്ട് വണ്ടിയിൽ തട്ടൂല എന്നുള്ള ഒരു കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 റൗണ്ട് തിരിച്ച് തീർക്കണം. കണ്ട ഇവിടെ ഇപ്പം കറക്റ്റ് 2 റൗണ്ട് ജിനിൽ തിരിക്കുകയാണ്. കണ്ട തിരിച്ചു. അപ്പം അവിടെ സെൻറ്ററിൽ വണ്ടി ചരിഞ്ഞാണ് വരുന്നത്. കണ്ട എന്നിട്ട് നമ്മൾ ആ കമ്പിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് കമ്പിയായിട്ട് അടുപ്പിച്ചിട്ട് ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് മുഴുവൻ തിരിച്ചങ്ങ് തീർക്കും. കണ്ട കറക്റ്റായി. അപ്പോൾ ആൾ മൂന്നാമത്തെ പ്രാവശ്യം തനിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് വീഡിയോയിലാണ് ഞാൻ സംസാരിക്കുന്നത്, ജിനിൽ കേൾക്കുന്നില്ല. അപ്പോൾ ആൾ തനിച്ചാണ് എടുക്കുന്നത്. ഇനി ഇവിടെ ബോഡി ലെവലിംഗ് ആണ്. അത് നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങിയ ദിവസം പഠിപ്പിക്കുന്നതാണ് ബോഡി ലെവലിംഗ്. കണ്ടോ ഇവിടെ ബോഡി ലെവലായപ്പോൾ കറക്റ്റ് 2 റൗണ്ട് ആൾ തിരിക്കുന്നതാണ്. വണ്ടി എത്ര ഷാർപ്പായിട്ട് നിൽക്കുന്നതെന്ന് ആലോചിക്കും. അപ്പോൾ ഈ ബോഡി ലെവലിംഗ് നമ്മൾ മനസ്സിലാക്കുന്നത് മുൻപിലോട്ട് നോക്കുമ്പോഴാണ്. മുൻപിലോട്ട് നോക്കുന്ന കുട്ടികൾക്ക് ബോഡി ലെവലിംഗ് മനസ്സിലാവും. അവർ കറക്റ്റ് 2 റൗണ്ട് തിരിച്ചെത്തും വണ്ടി നേരെയാവുകയും ചെയ്യും. കറക്റ്റായിട്ട് കമ്പി കഴിഞ്ഞ് കറക്റ്റായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പം ഫസ്റ്റ് റിവേഴ്സ് കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് ഫോർവേഡ് കഴിഞ്ഞു, ഫസ്റ്റ് റിവേഴ്സ് കഴിഞ്ഞു. അടുത്തത് വരാൻ പോകുന്നത് സെക്കൻഡ് ഫോർവേഡാണ്. വണ്ടി രണ്ടാമത്തെ. അപ്പോൾ സെക്കൻഡ് ഫോർവേഡ് സ്ട്രെയിറ്റായിട്ട് വണ്ടിയെ കൊണ്ടുവന്ന് 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് നിർത്തണം. വന്നുകൊണ്ടിരിക്കുക. 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് ജിനിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. നിർത്തിക്കഴിഞ്ഞു. ഇനി റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിക്കേണ്ട കമ്പിയെ നമ്മളൊന്ന് കാണണം. അപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിക്കേണ്ട കമ്പി ഇതാണ്, ആ യെല്ലോ റിബൺ. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ശകലം സ്റ്റിയറിങ്ങിന് അല്പം ലെഫ്റ്റ് തിരിച്ചിട്ട് നോക്കും. അപ്പോൾ വണ്ടി ചരിഞ്ഞ് വന്നിട്ട് ബാക്ക് ടയർ ആ കമ്പി എത്തുന്നതിന് മുമ്പേ നമ്മൾ ഫുള്ള് തിരിക്കുക. കണ്ടോ വണ്ടി ആ കമ്പിയെ നോക്കിയാണ് പോകുന്നത്. ഇത്രയും തിരിക്കേണ്ട, അല്പം തിരിക്കൂ. യെസ്. എന്നിട്ട് ബാക്ക് ടയർ എത്തുന്നതിന് അപ്പോഴും തിരിക്കേണ്ട, ഇത്തിരി തിരിച്ച് നേരത്തെ ആയിപ്പോൾ റിട്ടേൺ തിരിക്കൂ മതി. കണ്ട ഇത്രയും നേരത്തെ തിരിക്കരുതേ. പോട്ടെ. ഇനി ഫുള്ള് തിരിച്ചോ. വെരി ഗുഡ്. തട്ടുമെന്ന് നോക്കിക്കോണേ. കണ്ട അപ്പോൾ ഇവിടെ തട്ടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കാം. അവിടെ ഷാർപ്പായി നമ്മൾ റൈറ്റ് സൈഡിലെ കമ്പിയെ നോക്കും. ആ റൈറ്റ് സൈഡിലെ കമ്പിയെ കണ്ട ഉടനെ നോക്കില്ല. കണ്ടിട്ട് നമ്മളെ വണ്ടിയിൽ തട്ടൂല എന്ന് തോന്നിയാൽ ഉടൻ നമ്മൾ 2 റൗണ്ട് തിരിച്ച് നിർത്തണം. നോക്കിയോ. യെസ്, 2 റൗണ്ട്. 2 റൗണ്ട് പെട്ടെന്ന് തിരിക്കണം. അവിടെ തിരിക്കണം. തിരിച്ചു. കറക്റ്റായി. ഇനി ആ കമ്പിയെ ചേർന്ന് പോകണം. കണ്ടോ ചേരണം. ഫുള്ള് തിരിക്കണം. ഫുള്ള് തിരിക്കണം. ഫുള്ള് തിരിക്കൂ. തിരിച്ചോ. ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് ഫുള്ള് തിരിച്ച് തീരണം. കണ്ടോ ബാക്ക് ടയർ കഴിഞ്ഞു പോയാൽ അപ്പുറം സൈഡ് ചേർന്നു. ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് തിരിച്ച് തീരണം. കണ്ടോ. അപ്പോൾ എത്ര ഈസിയായി എത്ര അടിപൊളിയായി ജിനിൽ എച്ചെടുക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ചില കുട്ടികളൊക്കെ 10 ദിവസമായാലും അവരെ കൊണ്ട് പറ്റില്ല. അവർക്ക് ബോഡി ലെവലിംഗ് പറ്റില്ല, സ്പീഡ് കൺട്രോൾ പറ്റില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുന്നത് അവർ ബോഡി ലെവലിംഗ് എന്ന് പറയുമ്പോൾ മുമ്പിലോട്ട് നോക്കാത്തത് കൊണ്ടും കമ്പികളെ നോക്കി തിരിക്കാത്തത് കൊണ്ടുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റാവും. ഉണ്ട്. അപ്പോൾ ജിനിൽ അടിപൊളിയായി ആദ്യമായിട്ട് എച്ച് തുടങ്ങി 3ാമത്തെ പ്രാവശ്യം ജിനിൽ എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുകയും ചെയ്തു. ഉണ്ട്. അപ്പോൾ ഇതാണ്, ഇത്രയ്ക്കുള്ളതേ ഉള്ളൂ. ഡ്രൈവിംഗ് ഈസ് വെരി ഈസി. പക്ഷേ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലിക്ക് ആവണം. നമുക്ക് ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുത്തേ പ്രാക്ടീസ് ആകും. അപ്പോൾ ജിനിലിനെ സംബന്ധിച്ചാൽ അങ്ങനെ ഒരു ലോങ്
ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. അയാളുടെ സ്വയം ഐഡിയ അനുസരിച്ച് നമ്മൾ പറഞ്ഞു വന്നത് മനസ്സിലാക്കി അത് ചെയ്തപ്പം അത് ക്ലിയറായി. അപ്പോൾ ചില കുട്ടികളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി നന്നായി ഹോംവർക്ക് ചെയ്താലേ അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾക്ക് ഈ ഐഡിയകൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് അവരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു സ്റ്റേജിൽ അവരെത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യം. പ്രാക്ടീസ് അത്യന്താപേക്ഷിതമാണ് ചില കുട്ടികൾക്ക് അത് വേണ്ട. ഇതുപോലെ ജിനിലിനെ പോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ക്ലിക്കാവും. ഓക്കെ, താങ്ക് യു.